ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലെ ചാർജ് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാനൊരു 8 ടിപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്സെല്ലാം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാർജ് സേവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് എന്തായാലും കാണും. അപ്പോൾ അതുപോലെ ഏതെങ്കിലും യൂസ് ചെയ്യാത്ത ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, അതിൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോവുക. ആപ്പ് ഇൻഫോയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് ഫോഴ്സ് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ എത്രത്തോളം കുറച്ച് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആ ആപ്ലിക്കേഷൻസ് എല്ലാം എടുത്ത് ഇതുപോലെ തന്നെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതിൻ്റെ റേറ്റ് വളരെ കുറയും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചാർജ് സേവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കുറച്ച് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ എടുത്ത് ജസ്റ്റ് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ രണ്ടാമത്തെ ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ ഓട്ടോ ബ്രൈറ്റ്നസ് ആയിരിക്കും നമ്മുടെ മൊബൈലിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ആയിരിക്കും ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഓഫ് ആക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ചാർജ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യം, നമ്മുടെ മൊബൈലിൽ ഏകദേശം ഒരു 30% ഒക്കെ മാത്രമേ ചാർജ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൊബൈലിലും കാണും ഇങ്ങനെ ഒരു ഓപ്ഷൻ, ലോ പവർ മോഡാണത്. അപ്പോൾ ഈ ലോ പവർ മോഡ് നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ CPU ഫ്രീക്വൻസി ഒക്കെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ സ്ക്രീൻ ലോക്ക് ടൈമൊക്കെ കുറയും. ജസ്റ്റ് 5 സെക്കൻഡിലേക്കൊക്കെ അത് കൺവേർട്ട് ആവും. അങ്ങനെ നമുക്ക് ഈ ലോ പവർ മോഡ് ഓൺ ആക്കിയിട്ടാൽ മാത്രം മതി. ഇതെല്ലാ മൊബൈലിലും കാണും. ഇപ്പോൾ വിവോയിലാണ് ലോ പവർ മോഡെന്ന് പറഞ്ഞ്, ചില ബ്രാൻഡുകളിലൊക്കെ മറ്റ് പേരുകളിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ എന്തായാലും ഒരു ഓപ്ഷൻ എന്തായാലും നിങ്ങളുടെ മൊബൈലിൽ കാണും. അപ്പോൾ ലോ പവർ മോഡ് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ ഇതാണ് അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷനിൽ ഇവിടെ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഹൈ ആക്യുറസിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബാറ്ററി സേവിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഇതിലൂടെ നമുക്ക് ചാർജ് കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു 30%, 20% ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല, നിങ്ങളുടെ മൊബൈലിൽ തീരെ ചാർജ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളിവിടെ ഉണ്ട്. അതും കൂടെ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഒട്ടും 1% പോലും കുറയാതെ തന്നെ നിങ്ങൾക്ക് ചാർജ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മൊബൈലിലെ മോർ സെറ്റിങ്സിൽ ചെല്ലുക. അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കിയ ശേഷം നമ്മൾ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നമുക്ക് ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നും പറഞ്ഞ് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി ഇടുക. അതെല്ലാം ഈ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എല്ലാം നമുക്കിവിടെ കാണാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി ഇടുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മൊബൈലിന് കുറച്ച് സ്പീഡ് ആവുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ചാർജ് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ആനിമേഷൻ സ്കെയിൽ നമ്മളെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിഫ്രഷ് റേറ്റ് ആണ്. നമ്മുടെ മൊബൈലിലേക്ക് റിഫ്രഷ് റേറ്റ് കാണും. ഹൈ റിഫ്രഷ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നല്ല സ്മൂത്ത് ആയിരിക്കും, പക്ഷേ എന്നാലും അതിന് നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യും. അതായത് നിങ്ങളുടെ റിഫ്രഷ് റേറ്റ് വളരെ കുറച്ചിടുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിലെ യൂസ് ചെയ്യാത്ത കുറേ ആപ്ലിക്കേഷൻസ് എന്തായാലും കാണും. ആ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇനി ഒട്ടും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നേരെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതിലൂടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കാതെ വരുമ്പോഴത്തേക്കും അത്രയും ചാർജ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതൊരു വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഏറ്റവും ഒരു ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സേവർ എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും മൊബൈലിൽ കാണാൻ ചാൻസ് ഉള്ളൊരു
ഒരു സെറ്റിങ്സാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ സൂപ്പർ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അവിടെ സൂപ്പർ സേവിങ് മോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് എനേബിൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ആകെ വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മുടെ മൊബൈലിൽ റൺ ആവുള്ളൂ. കോൺടാക്റ്റ്, ഫോണ്, മെസ്സേജസ്, അലാറം, ഇത് മാത്രമേ എനേബിൾ ആവുള്ളൂ. ഇപ്പോൾ എനേബിൾ ആക്കിയ ഈ വീഡിയോ കട്ടായി പോകും, അതുകൊണ്ടാണ് ഞാൻ എനേബിൾ ആക്കാത്തത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒട്ടും ചാർജ് ഇല്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 4 ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മുടെ മൊബൈലിൽ റൺ ആവത്തുള്ളൂ, വേറെ ഒരു ആപ്ലിക്കേഷനും റൺ ആവത്തില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യാം. സൂപ്പർ സേവിങ് മോഡ് ഇതെല്ലാം മൊബൈലിൽ ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ ചാർജ് സേവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ചാർജ് റെഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു 8 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ഇഷ്ടപ്പെടാമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.